രാമായണ മാസം 12-ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമനെ കണ്ട് ധന്യനായ അഗസ്ത്യ മഹർഷി ആരും കേൾക്കാതെ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നേരത്തെ തന്നെ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ബ്രഹ്മാവിനോടും മറ്റു ദേവന്മാരോടും മുമ്പ് പാൽക്കടൽ തീരത്ത് വെച്ച് അങ്ങ് പറഞ്ഞു, ഞാൻ ദുഷ്ടനായ രാവണനെ കൊന്ന് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുന്നുണ്ട്. അന്നു മുതൽ ആനന്ദസ്വരൂപനായ അങ്ങയുടെ തിരുശരീരം കാണുന്നതിനായി ഇവിടെ കാത്തിരിക്കുകയാണ്. താപസന്മാരോടും ശിഷ്യസമൂഹത്തോടും കൂടി അങ്ങയുടെ ശ്രീപാദവും ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു വരുന്നു. അങ്ങയുടെ നാമമന്ത്രം ജപിക്കുന്ന ഭക്തന്മാർക്ക് നിർമ്മലമായ വിദ്യ സ്വയം സിദ്ധിക്കും. മറ്റുള്ള മൂഢന്മാർക്ക് 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും ആത്മവിദ്യ കൈവരില്ല. അതിനാൽ അങ്ങയുടെ ഭക്തന്മാർ നിത്യമുക്തന്മാരാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങയോടുള്ള ഭക്തിയാകുന്ന അമൃതം ലഭിക്കാത്തവർക്ക് സ്വപ്നത്തിൽ പോലും മോക്ഷം കിട്ടുകയില്ല. അതിനാൽ ദയാനിധിയായ രാഘവ, അങ്ങയോട് ഭക്തിയും പ്രേമവായ്പും എപ്പോഴും ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങയുടെ പാദപങ്കജങ്ങളിലും അങ്ങയുടെ ഭക്തന്മാരിലും എനിക്ക് ഭക്തിയുണ്ടാകണം. ഇന്ന് എന്റെ ജന്മവും ഞാൻ അനുഷ്ഠിച്ച തപസ്സും എന്റെ കണ്ണുകളും സഫലമായി. ദാശരഥേ, സീതാപതേ, ലോകനാഥ, അങ്ങ് സീതാദേവിയോടൊത്ത് എപ്പോഴും എന്റെ ഹൃദയത്തിൽ വസിച്ചാലും, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും പലതരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും സദാസമയവും ദയാനിധിയായ ഭഗവാനെ, അങ്ങയുടെ രൂപം എന്റെ മനസ്സിൽ തോന്നണം. അഗസ്ത്യൻ ഇപ്രകാരം സ്തുതിച്ചിട്ട് പണ്ട് ദേവേന്ദ്രൻ തന്നെ ഏൽപ്പിച്ചിരുന്ന വില്ലും അമ്പും ആവനാഴിയും വാളും ശ്രീരാമൻ സമർപ്പിച്ചു. അനന്തരം ആനന്ദപരവശനായി ഇങ്ങനെ പറഞ്ഞു: ഭൂമിക്ക് ഭാരമായ രാക്ഷസ വംശത്തെ അങ്ങ് വളരെ വേഗം നശിപ്പിക്കണം. സാക്ഷാൽ മഹാവിഷ്ണുവായ നീ മായയോടൊത്ത് മനുഷ്യനായി ജനിച്ചത് രാക്ഷസവധത്തിന് വേണ്ടിയാണ്. ഇവിടെ നിന്ന് 2 യോജന പോയാൽ പഞ്ചവടിയിലെത്തും. അവിടെ ഗൗതമി നദീതീരത്ത് ഒരു പർണശാലയുണ്ടാക്കി ശേഷിച്ച കാലം താമസിക്കുക. അവിടെ താമസിച്ചുകൊണ്ട് വേഗത്തിൽ ദേവകാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് അനുവാദം നൽകി അനുഗ്രഹിച്ചു. അഗസ്ത്യ മഹർഷിയുടെ സ്തുതിയും തത്വാർത്ഥപൂർണമായ സുഭാഷിതവും കേട്ടിട്ട് ശ്രീരാമൻ ബാണചാപാദികൾ നിലത്ത് വെച്ചിട്ട് അഗസ്ത്യപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി. ലക്ഷ്മണൻ, സീത എന്നിവരോടൊപ്പം യാത്രയായ ശ്രീരാമൻ വഴിമധ്യത്തിൽ പർവ്വതത്തിന്റെ കൊടിമുടി പോലെ വലിപ്പമുള്ളതും വൃദ്ധനുമായ ജടായുവിനെ കണ്ടു. അത്ഭുതത്തോടും കോപത്തോടും കൂടി ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു: മുനിഭക്ഷകനായ ഒരു ഭയങ്കര രാക്ഷസൻ ഇവിടെ കിടക്കുന്നത് നീ കണ്ടില്ലേ? വില്ലിങ് തരൂ, നീ പേടിക്കേണ്ട. ഞാൻ തന്നെ ഒട്ടും വൈകാതെ ഇവനെ കൊല്ലാം. ശ്രീരാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഭയന്ന് പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞു: ഞാൻ വധാർഹനല്ല. അങ്ങയുടെ പിതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് ഞാൻ. അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യാം. അങ്ങയുടെ ഭക്തൻ കൂടിയായ ജടായുവാണ് ഞാൻ. ഞാൻ കൊല്ലപ്പെടേണ്ടവനല്ല. ഇത് കേട്ട് ശ്രീരാമൻ വളരെ സ്നേഹപൂർവ്വം ജടായുവിനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു: എങ്കിൽ ഞാൻ താമസിക്കുന്നതിനടുത്ത് തന്നെ നീയും വസിക്കുക. ഇനി ഒന്നുകൊണ്ടും നിനക്ക് സങ്കടമുണ്ടാവില്ല. നിന്നെ ഞാൻ സംശയിച്ചത് വളരെ കഷ്ടമായി പോയി. മേലിൽ നീ എന്റെ ഭൃത്യനായി കഴിയുക. ഇപ്രകാരം പറഞ്ഞിട്ട് ശ്രീരാമനും ലക്ഷ്മണനും സീതയും പഞ്ചവടിയിൽ പ്രവേശിച്ചു. അവിടെ ലക്ഷ്മണൻ അതിമനോഹരമായ ഒരു പർണശാലയും പുഷ്പങ്ങൾ കൊണ്ട് കിടക്കയും ഉണ്ടാക്കി. ഉത്തമയായ ഗംഗാനദിയുടെ വടക്കേ തീരത്ത് ജാനകി ദേവിയോടുകൂടി ശ്രീരാമൻ താമസിച്ചു. വാഴ, പ്ലാവ്, മാവ് മുതലായ ഫലവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ടതും ജനശല്യമില്ലാത്തതും നിരുപദ്രവമായ ആ വനപ്രദേശത്ത് അയോധ്യയിൽ എന്നതുപോലെ ശ്രീരാമൻ സീതാദേവിയെ വിനോദിപ്പിച്ചുകൊണ്ട് വസിച്ചു. ലക്ഷ്മണൻ പല ഫലമൂലാദികളും സസന്തോഷം ശേഖരിച്ചു കൊണ്ടുവന്ന് നിത്യവും അവർക്ക് കൊടുക്കും. രാത്രികാലത്ത് ഉറങ്ങാതെ അമ്പും വില്ലും ധരിച്ച് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഭക്തിയോടുകൂടി കാവൽ നിൽക്കും. പ്രഭാതത്തിൽ സീതയെ മധ്യത്ത് നിർത്തി മൂവരും കൂടി ഗൗതമി നദിയിൽ പോയി കുളിച്ച് അർഘ്യം നൽകും. മടങ്ങുമ്പോൾ ലക്ഷ്മണൻ വെള്ളം കൂടി എടുത്തുകൊള്ളും. അവർ ഇപ്രകാരം സന്തോഷപൂർവ്വം അവിടെ കഴിഞ്ഞു. ഒരു ദിവസം ഏകാന്തത്തിൽ ലക്ഷ്മണൻ ശ്രീരാമന്റെ പാദം വണങ്ങി വിനയപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, എന്റെ അജ്ഞാനം നീങ്ങത്തക്ക വിധം എനിക്ക് മുക്തിമാർഗം ഉപദേശിച്ചു തരണം. ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നിവയുടെ ലക്ഷണങ്ങൾ ഉപദേശിച്ചു തരണം. ഇതെല്ലാം പറഞ്ഞു തരാൻ ഈ ഭൂമിയിൽ അങ്ങല്ലാതെ മറ്റാരുമില്ല. ഈ അപേക്ഷ കേട്ട ശ്രീരാമൻ അത്യധികം സസന്തോഷത്തോടെ ലക്ഷ്മണനോട് പറഞ്ഞു: എന്നാൽ നീ കേട്ടുകൊള്ളുക. അതിരഹസ്യമായ ഈ ഉപദേശം കേട്ടാൽ മനസ്സിലെ വികല്പ ഭ്രമങ്ങളെല്ലാം നീങ്ങും. ആദ്യം മായാസ്വരൂപവും തുടർന്ന് ജ്ഞാനലബ്ധിക്കുള്ള മാർഗവും പിന്നെ വിജ്ഞാനത്തോടു കൂടിയ ജ്ഞാനവും ആത്മസ്വരൂപ ലക്ഷണവും ഞാൻ പറഞ്ഞു തരാം. ഭക്തിയുണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് ഇനി പറയാം. എന്റെ ഭക്തന്മാരോടുള്ള നിരന്തര സമ്പർക്കം, അവരെ നിരന്തരം സേവിക്കൽ, ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ അനുഷ്ഠിക്കൽ, പൂജ, വന്ദനം, ധ്യാനം, ദാസ്യം, അഗ്നിയിൽ ഹോമം, ബ്രാഹ്മണർക്ക് ആഹാരം നൽകൽ, എന്റെ കഥകളുടെ പാരായണം, ശ്രവണം, എന്റെ നാമകീർത്തനം എന്നിവയെല്ലാം നിരന്തരം ചെയ്യുന്നവർക്ക് എന്നിൽ തീർച്ചയായും ഭക്തിയുണ്ടാകും.
ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മുക്തിക്ക് മറ്റൊന്നും വേണ്ട. ഉത്തമരിൽ ഉത്തമരാണ് ഭക്തർ. ഭക്തന് ജ്ഞാനവും വിജ്ഞാനവും വൈരാഗ്യവും പെട്ടെന്നുണ്ടാകും. തുടർന്ന് മുക്തിയും ലഭിക്കും. നീ ചോദിച്ചതിനാൽ നിനക്ക് ഞാൻ മുക്തിമാർഗം ഉപദേശിച്ചു തന്നു. ഇതെല്ലാവരോടും പറയാവുന്നതല്ല. വളരെ രഹസ്യമായ ഒന്നാണിത്. ഭക്തന്മാർക്ക് മാത്രമേ ഇത് ഉപദേശിച്ചു കൊടുക്കാവൂ. ഭക്തനാണെങ്കിൽ അവനോട് വിശ്വാസമുള്ളത് കൊണ്ട് ചോദിച്ചില്ലെങ്കിലും അവൻ ഉപദേശിച്ചു കൊടുക്കാം. ഭക്തിയും വിശ്വാസവും ശ്രദ്ധയുമുള്ള മനുഷ്യൻ നിത്യവും ഈ ഉപദേശം പാരായണം ചെയ്താൽ അവന്റെ അജ്ഞാനം നശിക്കും. ഭക്തരായ യോഗീന്ദ്രന്മാർ മുക്തി കരഗതമായിട്ടുള്ളവരാണ് എന്നറിയുക. ഇപ്രകാരം ലക്ഷ്മണനോട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ കുറച്ചു സമയം കഴിച്ചു. അപ്പോൾ ഗൗതമി നദീതീരത്തെ കൊടുങ്കാട്ടിനുള്ളിൽ മനോഹരമായ പഞ്ചവടി പ്രദേശത്ത് സഞ്ചരിക്കുന്നവളും ജനസ്ഥാനത്ത് താമസിക്കുന്നവളും ഇഷ്ടം പോലെ രൂപം ധരിക്കാൻ കഴിവുള്ളവളും സുന്ദരിയും ആരെയും മോഹിപ്പിക്കുന്നവളുമായ ഒരു രാക്ഷസി താമര, കൊടി, വജ്രം, തോട്ടി എന്നീ അടയാളങ്ങളുള്ള കാലടിപ്പാടുകൾ നിലത്ത് പതിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആ പാദ സൗന്ദര്യം കണ്ട് മോഹിതയായ അവൾ കൗതുകപൂർവ്വം അടയാളങ്ങൾ നോക്കി ശ്രീരാമന്റെ ആശ്രമത്തിലെത്തി. അനേകായിരം സൂര്യമണ്ഡലങ്ങളുടെ ഉജ്ജ്വല ശോഭയോട് കൂടിയവനും സൂര്യവംശത്തിൽ ജനിച്ചവനും സംസാര ദുഃഖം നശിപ്പിക്കുന്നവനും മായാമയനും കാമദേവനു തുല്യനും ലക്ഷ്മീകാന്തനും മനോഹരനും മനുഷ്യരിൽ വീരനായിട്ടുള്ളവനും മധു എന്ന രാക്ഷസനെ കൊന്നവനുമായ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടൊപ്പം വസിക്കുന്നത് കണ്ട് അവൾ വളരെയധികം കാമപീഡിതയായി. ആ രാക്ഷസി ഒരു സുന്ദരിയുടെ വേഷം ധരിച്ച പുഞ്ചിരിയോടുകൂടി ലക്ഷ്മീകാന്തനായ ശ്രീരാമനോട് ഇങ്ങനെ പറഞ്ഞു: ഭവാൻ ആരാണ്? ആരുടെ മകനാണ്? ഇവിടെ വരാൻ കാരണമെന്താണ്? സത്യമായി എല്ലാം പറയൂ. ജടയും മരമുരിയും ധരിച്ച് താപസവേഷം സ്വീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? ഞാൻ ആരാണെന്നുള്ള പരമാർത്ഥം നേരത്തെ പറയാം. ഇല്ലെങ്കിൽ നീ അതെല്ലാം പിന്നീട് എന്നോട് ചോദിക്കും. ഞാൻ രാക്ഷസ രാജാവായ രാവണന്റെ സഹോദരി ശൂർപ്പണഖയാണ്. ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നീ സഹോദരന്മാരുടെ അടുക്കൽ ജനസ്ഥാനത്താണ് ഞാൻ താമസിക്കുന്നത്. നീ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദയാനിധി. എന്നോട് പരമാർത്ഥം പറയണം. ശ്രീരാമൻ പറഞ്ഞു: അല്ലയോ സുന്ദരി, കേട്ടുകൊള്ളുക. അയോധ്യയിലെ രാജാവായ ദശരഥന്റെ മകനാണ് ഞാൻ. എന്റെ പേര് രാമൻ എന്നാണ്. ഇതെന്റെ ഭാര്യ സീത. ഇവൾ ജനക മഹാരാജാവിന്റെ മകളാണ്. ഇവൻ എന്റെ സഹോദരനായ ലക്ഷ്മണനാണ്. സുന്ദരി, എന്നെ കൊണ്ട് വല്ല കാര്യവും നിനക്ക് സാധിക്കാനുണ്ടോ? നിന്റെ ആഗ്രഹം എന്താണെന്ന് മടികൂടാതെ പറയുക. ശ്രീരാമന്റെ വാക്കുകൾ കേട്ട രാക്ഷസി പറഞ്ഞു: നീ എന്നോടൊന്നിച്ചു വന്ന് സുഖിച്ചു വസിക്കണം. നിന്നെ വിട്ടുപോകാൻ എനിക്ക് ശക്തിയില്ല. നീ എന്നെ ഭാര്യയായി സ്വീകരിക്കണം. ശ്രീരാമൻ സീതയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ശൂർപ്പണഖയോട് പറഞ്ഞു: ഞാൻ താപസവേഷം ധരിച്ച് എല്ലായ്പ്പോഴും കാടുകൾ തോറും സഞ്ചരിക്കുന്നവനാണ്. ഈ സീത എന്റെ ഭാര്യയാണ്. ഇവളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയുകയില്ല. സ്വപ്നത്തിനുണ്ടായാലുള്ള ദുഃഖം വളരെ കഷ്ടതരമാണ്. ദുഃഖം സഹിക്കാൻ നീയും കരുത്തുള്ളവളല്ല. എന്റെ സഹോദരനായ ലക്ഷ്മണൻ സുന്ദരനും മനോഹരനുമാണ്. നീയാകട്ടെ ലക്ഷ്മി ദേവിക്ക് തുല്യയും. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് തമ്മിൽ വളരെ ചേർച്ചയുണ്ട്. അവന് നിന്നോട് വളരെ സ്നേഹം തോന്നും. സൽസ്വഭാവിയായ അവൻ നിനക്ക് തികച്ചും അനുരൂപനായിരിക്കും. നീ താമസിയാതെ അവനെ സമീപിച്ച് എല്ലാം പറയുക. ഇത് കേട്ട ശൂർപ്പണഖ ലക്ഷ്മണന്റെ സമീപത്ത് ചെന്ന് തന്റെ ഭർത്താവാകണമെന്ന് അപേക്ഷിച്ചു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു: എന്റെ പരമാർത്ഥം ഞാൻ നിന്നോട് പറയാം. രാജാവായ ശ്രീരാമന്റെ ദാസനാണ് ഞാൻ. ശ്രേഷ്ഠയായി നീ വെറും ദാസിയായി കഴിയേണ്ടവളല്ല. നീ ചെന്ന് സർവേശ്വരനായ ശ്രീരാമനോട് നിന്റെ കുലം, ശീലം, ആചാരം മുതലായവയെല്ലാം പറയൂ. ശ്രീരാമൻ നിന്നെ സ്വീകരിച്ചേക്കും. ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് ശൂർപ്പണഖ വീണ്ടും ശ്രീരാമന്റെ അടുത്തെത്തി ഇങ്ങനെ അപേക്ഷിച്ചു: നീ എന്നെ പരിഗ്രഹിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നിനക്കൊരു ദുഃഖവും ഉണ്ടാവുകയില്ല. രാജാവേ, പർവ്വതങ്ങൾ, കാടുകൾ, ഗ്രാമങ്ങൾ, നാടുകൾ എന്നിവിടങ്ങളിലെല്ലാം എന്നോടൊപ്പം സഞ്ചരിച്ച് എല്ലാ സുഖങ്ങളും നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. ഇങ്ങനെ അവൾ പറഞ്ഞതിന് ഉത്തരമായി ശ്രീരാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഒരു പുരുഷനെ ശുശ്രൂഷിക്കാൻ ഒരു സ്ത്രീ വേണം. അതിനൊരു സ്ത്രീയെ അവൻ ആവശ്യമുണ്ട്. അതിനാരുണ്ടെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ നിന്നെ കണ്ടുമുട്ടിയത്. നാം ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് നൽകും. ഇനി നിന്നെ അവൻ സ്വീകരിക്കും, ഒരു സംശയവുമില്ല. ഇനി സമയം കളയാതെ വേഗം നീ അവന്റെ അടുക്കൽ ചെല്ലുക. അവൻ നിന്നെ ഉടനെ സ്വീകരിക്കും. ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ശൂർപ്പണഖ മനോദുഃഖത്തോടെ ലക്ഷ്മണന്റെ സമീപത്തെത്തി. വീണ്ടും അപേക്ഷിച്ചപ്പോൾ ലക്ഷ്മണൻ ഇപ്രകാരം പറഞ്ഞു: നീ ഇങ്ങനെയൊന്നും വെറുതെ എന്നോട് പറയരുത്. എനിക്ക് നിന്നിൽ ഒരാഗ്രഹവുമില്ല. നീ പോയി രാജാവായ ശ്രീരാമനോട് പറയൂ. അത് കേട്ടുകൊണ്ട് അവൾ വീണ്ടും ശ്രീരാമന്റെ അടുത്തെത്തി ആശാപൂർവം കേണപേക്ഷിച്ചു. തുടർന്ന് കാമാധിക്യം, ആശാഭംഗം, കോപം, പ്രേമം, ആലസ്യം എന്നിവയാൽ അവൾ തന്റെ മായാരൂപം ഉപേക്ഷിച്ച് അഞ്ജനപർവ്വതം പോലെ ഭീമാകാരമായ രൂപം കൈക്കൊണ്ടു.
കോപം കൊണ്ട് വിറച്ച് ദംഷ്ട്രകൾ പുറത്തു കാട്ടിക്കൊണ്ട് അവൾ സീതയുടെ അടുത്തപ്പോൾ സംഭ്രമത്തോടെ ശ്രീരാമൻ അവളെ തടുക്കുന്നതിനിടയിൽ ലക്ഷ്മണൻ പെട്ടെന്ന് വാളുമായി പാഞ്ഞെത്തി അവളുടെ മൂക്കും മുലയും വെട്ടി വീഴ്ത്തി. ശൂർപ്പണഖയുടെ അലർച്ചയും കരച്ചിലും കൊണ്ടുണ്ടായ ശബ്ദം ലോകമെമ്പാടും മാറ്റലി കൊണ്ടു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നും 4-5 ഭാഗത്തുകൂടി കുതിച്ചൊഴുകുന്ന അരുവികളെ പോലെ ചോരയൊലിപ്പിച്ചുകൊണ്ട് കാളരാത്രിയെ പോലെ ഭയങ്കരിയായ രാക്ഷസി അതിവേഗത്തിൽ നടന്നുപോയി. ഇനിയിപ്പോൾ രാവണന്റെ വരവുണ്ടാകുമെന്ന് ശ്രീരാമൻ പറഞ്ഞു. രാക്ഷസ നായകനായ ഖരന്റെ മുമ്പിൽ ചിറകറ്റ പർവ്വതം പോലെ ശൂർപ്പണഖ ചെന്ന് വീണു. കരഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ വന്നു വീണ സഹോദരിയെ നോക്കി ഖരൻ പറഞ്ഞു, നിന്നെ ഇങ്ങനെ വികൃതയാക്കിയത് ആരാണ്? മരണത്തിന്റെ വാതിക്കൽ എത്തി നിൽക്കുന്ന അവൻ ആരാണ്? വേഗം പറയൂ. നെടുവീർപ്പിട്ടും വിറച്ചും തൊണ്ടയിടർച്ചയോടെ അലറിയും ദുഃഖത്തോടും ഭയത്തോടും ശൂർപ്പണഖ ഇങ്ങനെ പറഞ്ഞു, ദശരഥന്റെ പുത്രന്മാരായി 2 പേരുണ്ട്. അവർ ഉത്തമ ഗുണവാന്മാരും പ്രസിദ്ധരുമാണ്. രാമൻ, ലക്ഷ്മണൻ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. അവരോടൊപ്പം ഒരു സുന്ദരിയുമുണ്ട്. അവളുടെ പേര് സീത എന്നാണ്. ജ്യേഷ്ഠന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഭയങ്കരനായ അനുജൻ വാളുകൊണ്ട് എന്റെ മുലയും മറ്റും മുറിച്ചു. ശൂരനായ നീ അവരെ കൊന്ന് എന്റെ ദാഹം തീരുന്നതുവരെ എനിക്ക് ചോര നൽകുക. പച്ചമാംസം തിന്ന് രക്തം കുടിച്ചാൽ എന്റെ ആഗ്രഹം സഫലമാകും. ഇത് കേട്ട് ഖരൻ കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു, മര്യാദ കെട്ട ഈ മനുഷ്യാധമന്മാരെ കൊന്ന് എന്റെ സഹോദരിക്ക് ആഹാരം നൽകുന്നതിന് വേണ്ടി നിങ്ങൾ 14 പേർ പോകുക. നീ അവരോടൊപ്പം പോയി നിന്റെ ശത്രുക്കളെ കാട്ടിക്കൊടുക്കുക. നിന്റെ ആഗ്രഹം ഇവർ നിറവേറ്റിത്തരും. ഇപ്രകാരം പറഞ്ഞിട്ട് ഖരൻ 14 രാക്ഷസന്മാരെ അയച്ചു. ശൂലം, മുൾത്തടി, ഇരുമ്പുലക്ക, വാൾ, വില്ല്, അമ്പ്, പിന്നേറുതടി മുതലായ പലതരം ആയുധങ്ങളുമായി അവർ വർദ്ധിച്ച കോപത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ യുദ്ധത്തിനൊരുങ്ങി പഞ്ചവടിയിലെത്തി. അവർ കടുത്ത ശത്രുതയോടെ രാമനെ വളഞ്ഞു നിന്ന് ആയുധങ്ങൾ പ്രയോഗിച്ചു. സൂര്യവംശത്തിൽ ജനിച്ച ഉത്തമോത്തമനായ രാമൻ തന്റെ നേർക്ക് ശത്രുക്കൾ അയച്ച ആയുധങ്ങൾ ഓരോന്നും ഓരോ ശരം കൊണ്ട് മുറിച്ചു വീഴ്ത്തി. അനന്തരം അവരെ ഓരോ ശരമെയ്ത് വധിച്ചു. അത് കണ്ട് പേടിച്ചോടിയ ശൂർപ്പണഖ കണ്ണീരൊഴുക്കി അലറിക്കൊണ്ട് ഖരന്റെ മുമ്പിൽ ചെന്ന് വീണു. അപ്പോൾ ഖരൻ ചോദിച്ചു, നിന്നോടുകൂടി ഇവിടെ നിന്ന് പറഞ്ഞയച്ച 14 പേരും ഇവിടെ പോയി? പറയൂ. ശൂർപ്പണഖ പറഞ്ഞു, അവിടെ ചെന്ന് രാമനോട് എതിരിട്ടപ്പോൾ രാമശരങ്ങളേറ്റ് ഇങ്ങനെ വരാത്ത വിധം തെക്കോട്ട് പോയി. ഇത് കേട്ട് കോപിഷ്ഠനായ ഖരൻ പറഞ്ഞു, ദൂഷണനും അനുജനുമായ തൃശിരസും 14,000 രാക്ഷസന്മാരും യുദ്ധത്തിനായി എന്നോടൊപ്പം പോരട്ടെ. ഘോരനായ ഖരൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ശൂരനായ തൃശിരസും വീരനായ ദൂഷണനും ഖരനോടൊപ്പം ധീരതയോടെ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി പുറപ്പെട്ടു. രാക്ഷസപ്പടയുടെ രൂക്ഷമായ കോലാഹലം കേട്ടപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ബ്രഹ്മാണ്ടം നടുങ്ങുമ്പോഴുള്ള കോലാഹലമാണ് കേൾക്കുന്നത്. രാക്ഷസപ്പട നമ്മുടെ യുദ്ധത്തിന് വരികയാണ്. ഇനി അതിഭയങ്കരമായ യുദ്ധമുണ്ടാകും. നീ സധൈര്യം ഒരു കാര്യം ചെയ്യണം. സീതയെ ഒരു ഗുഹയിലാക്കി പേടികൂടാതെ സംരക്ഷിക്കണം. ഇവരെയെല്ലാം കൊല്ലാൻ ഞാൻ ഒരുത്തൻ മതി. നിനക്ക് മനസ്സിൽ ഒരു സംശയവും വേണ്ട. മറ്റൊന്നും ഞാൻ പറയുന്നില്ല. സീതയെ രക്ഷിച്ചു കൊള്ളാമെന്ന് നീ ശപഥം ചെയ്യണം. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് ലക്ഷ്മണൻ സീതയും കൊണ്ട് ഒരു ഗുഹയിലേക്ക് പോയി. ശ്രീരാമൻ അമ്പും വില്ലുമെടുത്ത് യുദ്ധത്തിനായി സന്തോഷപൂർവ്വം തയ്യാറായി നിന്നപ്പോൾ ആർത്തു വിളിച്ചു രാക്ഷസപ്പട കൂട്ടമായി വന്ന് ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. മരങ്ങൾ, കല്ലുകൾ എന്നിവ ശ്രീരാമന്റെ നേരെ എറിഞ്ഞു. മുമ്പിലെത്തിയ രാക്ഷസ സൈന്യത്തെ മുഴുവൻ രാമൻ മൂർച്ചയേറിയ അമ്പുകൾ കൊണ്ട് വധിച്ചു. ഭയങ്കരനും സേനാപതിയുമായ ദൂഷണൻ ശിവതുല്യനായ രാമന്റെ നേരെ ശരങ്ങൾ ചൊരിഞ്ഞു. അവയെല്ലാം രാമശരമേറ്റ് എൺമണി പോലെ തകർന്നു. 4 ശരങ്ങൾ കൊണ്ട് ദൂഷണന്റെ 4 കുതിരകളെയും തേരാളിയെയും കൊന്നു. അവന്റെ വില്ലും കൊടിമരവും മുറിച്ചു കളഞ്ഞപ്പോൾ കോപത്തോടെ അവൻ തേരിൽ നിന്ന് ഭൂമിയിലേക്ക് ചാടി. പിന്നീട് 100 ഭാരം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഇരുമ്പുലക്കയുമായി അവൻ ശ്രീരാമനെ നേരിട്ടു. ശ്രീരാമൻ അവന്റെ കൈ മുറിച്ചിട്ട് ഇരുമ്പുലക്കയെടുത്ത് തലക്കടിച്ചു. തല പിളർന്ന് ഭൂമിയിൽ വീണ ദൂഷണൻ കാലപുരി പോകി. ദൂഷണൻ കൊല്ലപ്പെട്ടപ്പോൾ തൃശിരസ് കോപത്തോടെ 3 ശരമെയ്തു. 3 രാമൻ ഖണ്ഡിച്ചിട്ട് അവന്റെ നേർക്ക് 3 ശരങ്ങൾ അയച്ചു. അവ 3 എയ്തു മുറിച്ചിട്ട് അവൻ രാമന്റെ നേർക്ക് 100 ബാണങ്ങൾ എയ്തു. അവ 100 ഖണ്ഡിച്ചിട്ട് രാമൻ 1000 ബാണങ്ങൾ അയച്ചു. തൃശിരസ് അവയും മുറിച്ചിട്ട് 10,000 ബാണം എയ്തപ്പോൾ ശ്രീരാമൻ അവയും തകർത്തു. പിന്നീട് അർദ്ധചന്ദ്രാകൃതിയുള്ള ഒരമ്പുകൊണ്ട് തൃശിരസിന്റെ ശിരസ് 3 മുറിച്ച് പന്താടി. അപ്പോൾ ഖരൻ ആദിത്യനെ പോലെ ഉജ്ജ്വല ശോഭയുള്ള തേരിൽ കയറി വന്ന് ഞാണൊലി മുഴുക്കിക്കൊണ്ട് രാമന്റെ നേർക്ക് ശരങ്ങളെയ്തു. അവയെല്ലാം രാമനും ഖണ്ഡിച്ചു. രാമനും ഖരനും അയച്ച ബാണങ്ങൾ കൊണ്ട് ഭൂമിയും ആകാശവും കാണാൻ കഴിയാതെയായി. രാമന്റെ നിഷ്ഠുരതരമായ വിൽപ്പിടിയിലേക്ക് ഖരൻ ശരമെയ്തു. രാമന്റെ വില്ലു മുറിച്ചു. തുടർന്ന് രാമന്റെ പടച്ചട്ട തകർത്തു. രാമശരീരത്തിലെ മുറിവുകൾ കണ്ട താപസന്മാരും ദേവന്മാർ തുടങ്ങിയ സജ്ജനങ്ങളും ദുഃഖത്തോടെ കഷ്ടം കഷ്ടമെന്ന് പറഞ്ഞു വിലപിച്ചു. രാമൻ ജയിക്കട്ടെ, രാമൻ ജയിക്കട്ടെ എന്ന് ഭയത്തോടെ ദേവന്മാരും താപസന്മാരും പറഞ്ഞു. അപ്പോൾ പണ്ട് ദേവേന്ദ്രൻ അഗസ്ത്യനെ ഏൽപ്പിച്ചിരുന്ന വൈഷ്ണവജാപം രാമന്റെ കയ്യിൽ കാണായി വന്നു. ആ ദിവ്യജാപം ധരിച്ചു നിന്ന് ശ്രീരാമന്റെ വൈഷ്ണവ തേജസ് ദിക്കുകളെല്ലാം വ്യാപിച്ചു. ശ്രീരാമൻ ഖരന്റെ
രാമന്റെ വില്ലും പടച്ചട്ടയും കർണാഭരണങ്ങളും മാലയും കിരീടവും എല്ലാം മുറിച്ചെടുത്തു. തേരാളിയെയും തേർക്കുതിരകളെയും കൊന്നിട്ട് ശ്രീരാമൻ ഹരനോടടുത്തപ്പോൾ ഹരൻ മറ്റൊരു തേരിൽ കയറി രാമനെ നേരിട്ടു. പെട്ടെന്ന് രാമൻ അത് തകർത്തു. തുടർന്ന് ഗദയുമായി ഹരൻ വരുന്നത് കണ്ട് അതും ശരങ്ങൾ കൊണ്ട് രാമൻ പൊടിച്ചു. വർദ്ധിച്ച കോപത്തോടെ പിന്നെ മറ്റൊരു തേരിൽ കയറി വന്ന ഹരൻ രാമന്റെ നേർക്ക് അസ്ത്രങ്ങൾ ചൊരിഞ്ഞു. ഹരൻ രാമന്റെ നേരെ ആഗ്നേയാസ്ത്രം അയച്ചു. രാമൻ നിഷ്പ്രയാസം അതിനെ വരുണാസ്ത്രം കൊണ്ട് തടുത്തു. അപ്പോൾ ഹരൻ അയച്ച കൗബേരാസ്ത്രം ഐന്ദ്രാസ്ത്രം കൊണ്ട് രാമൻ തടഞ്ഞു. തുടർന്ന് ഹരൻ അയച്ച നൈര്യാതാസ്ത്രം രാമൻ യാമ്യാസ്ത്രം കൊണ്ട് പ്രതിരോധിച്ചു. തുടർന്ന് ഹരൻ അയച്ച വായാവ്യാസ്ത്രത്തെ ഐന്ദ്രാസ്ത്രം കൊണ്ടും ഗന്ധർവാസ്ത്രത്തെ ഗൗഹികാമസ്ത്രം കൊണ്ടും അസുരാസ്ത്രത്തെ ദൈവാസ്ത്രം കൊണ്ടും ഐശികാസ്ത്രത്തെ വൈഷ്ണവാസ്ത്രം കൊണ്ടും രാമൻ തടുത്തു. അനന്തരം 3 അമ്പുകൊണ്ട് ഹരന്റെ തേരാളിയെയും കുതിരകളെയും കൊന്നിട്ട് തേരും പൊടിയാക്കി. അപ്പോൾ രാക്ഷസ നായകൻ കോപത്തോടെ ശൂലവുമേന്തി രാമനോടടുത്തു. ഒടുവിൽ ശ്രീരാമൻ ഇന്ദ്രദേവതമെന്ന അസ്ത്രം കൊണ്ട് ഇന്ദ്രശത്രുവായ ഖരന്റെ തലയറുത്തു. ആ ശിരസ് ലങ്കാനഗരത്തിലെ വടക്കേ ഗോപുരത്തിൽ ചെന്നു വീണു. അതിനുശേഷം അമ്പ് തിരികെ രാമന്റെ ആവനാഴിയിൽ പ്രവേശിച്ചു. ഗോപുരദ്വാരത്തിൽ വന്നു കിടന്ന ശിരസ് കണ്ട് അതാരുടെ തലയാണെന്ന് രാക്ഷസന്മാർ സംശയത്തോടും ദുഃഖത്തോടും കൂടി നോക്കി നിന്നു. 3.25 നാഴിക നേരം കൊണ്ട് രാമൻ ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നിവരെയും 14,000 രാക്ഷസപ്പടയെയും വധിച്ചു. ഇത് കണ്ട് ശൂർപ്പണഖ ദുഃഖഭാരത്താൽ നിലം പതിച്ചു. കൊല്ലപ്പെട്ട 14,000 രാക്ഷസരും ദിവ്യരൂപം ധരിച്ച് ശ്രീരാമനിൽ നിന്ന് ജ്ഞാനോപദേശം നേടി. അനന്തരം അവരെല്ലാം ശ്രീരാമനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വണങ്ങി സ്തുതിച്ചു. ദേവദേവേശനും ജൽകാരണനുമായ ദശരഥപുത്രൻ ഇങ്ങനെ ജ്ഞാനോപദേശം ചെയ്ത് മോക്ഷം നൽകി അവരെ അനുഗ്രഹിച്ചു. ശ്രീരാമൻ 3.25 നാഴിക കൊണ്ട് 14,000 രാക്ഷസ സൈന്യത്തെയും കൊന്നൊടുക്കി. ലക്ഷ്മണൻ സീതാദേവിയോടുകൂടി വന്ന് രാമനെ നമസ്കരിച്ചു. ആയുധങ്ങൾ കൊണ്ട് മുറിവേറ്റ ഭർത്താവിന്റെ ശരീരം കണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് സീതാദേവി തൃക്കൈകൾ കൊണ്ട് പതുക്കെ പതുക്കെ തടവി മുറിവ് പൊറപ്പിച്ച് അതിന്റെ പാടുമില്ലാതാക്കി. രാക്ഷസവീരന്മാർ മരിച്ചു കിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടു. ഇനിയിപ്പോൾ രാവണൻ ഇങ്ങോട്ട് വരുമെന്ന് ശ്രീരാമൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, ഇവിടെ നടന്ന യുദ്ധത്തിൽ ഖരൻ, ദൂഷണൻ, തൃശിരസ് എന്നിവരും 14,000 രാക്ഷസന്മാരും കൊല്ലപ്പെട്ട് മുക്തി പ്രാപിച്ചത് നീ ചെന്ന് താപസന്മാരെ അറിയിച്ചിട്ട് വരിക. പാപനാശനനായ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ ശത്രുക്കൾ, കാലനായ ഖരൻ തുടങ്ങിയവർ കൊല്ലപ്പെട്ട വിവരം മുനിമാരോട് ചെന്ന് പറഞ്ഞു. ഇനി വൈകാതെ ദേവവൈരികളായ രാക്ഷസന്മാരെല്ലാം നശിക്കുമെന്ന് മഹർഷിമാർക്ക് മനസ്സിലായി. രാമൻ, ലക്ഷ്മണൻ, സീത എന്നിവരെ രാക്ഷസമായ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ ധരിക്കുന്നതിന് മുനിമാർ നിർമ്മിച്ച മോതിരം, ചൂടാരത്നം, പടച്ചട്ട എന്നിവ ലക്ഷ്മണൻ വശം കൊടുത്തയച്ചു. ഇവ 3ഉം ലക്ഷ്മണൻ ശ്രീരാമന്റെ കാൽക്കൽ കൊണ്ടുവന്നു വെച്ച് ഭക്തിപൂർവ്വം വണങ്ങി നിന്നു. മോതിരമെടുത്ത് ശ്രീരാമൻ വിരലിൽ അണിഞ്ഞു. ചൂടാരത്നം സീതയ്ക്കും പടച്ചട്ട ലക്ഷ്മണനും നൽകി. രാമായണ മാസം 12-ാം ദിവസത്തെ രാമകഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.